നിറയെ യാത്രക്കാരുമായി സർവീസ് നടത്തുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കെ.എസ്.ആർ.ടി.സി ബസ് ഇടിച്ചു നിർത്തി യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ച ഡ്രൈവർ പി.വി. ജോണി, കണ്ടക്ടർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പി.കെ. പ്രകാശ് എന്നിവരെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്ന് അനുമോദിച്ചു. ഇടുക്കി വെൺമണിക്ക് സമീപം 40-ാം മൈലിൽ ഇറക്കത്താണ് ബ്രേക്ക് നഷ്ടപ്പെട്ട് അപകടമുണ്ടായത്. കഴിഞ്ഞ ബുധനാഴ്ച കട്ടപ്പനയിൽ നിന്നും വണ്ണപ്പുറം വഴി കോട്ടയത്തിന് സർവീസ് നടത്തിയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മെയിൻ 40 ഏക്കറിലെ വളവ് സ്ഥിരപ്പെടുന്ന വളവ് കത്തിച്ച് തിരിഞ്ഞു, ചവിട്ടിട്ട് നിൽക്കുന്നില്ല. അതിനപ്പോൾ ഞാൻ പറഞ്ഞ് കണ്ടക്ടറെ വിളിച്ചു, വണ്ടി ചവിട്ടിട്ട് നിൽക്കുന്നില്ല, ഹാൻഡ് ബ്രേക്ക് ഇട്ടു, നിൽക്കുന്നില്ല. പുള്ളിയോട് പറഞ്ഞ് വണ്ടി ഇടിപ്പിച്ച് നിർത്തല്ല, വേറെ മാർഗ്ഗമില്ല, യാത്രക്കാരോട് മുറുക്കെ പിടിച്ചോളാൻ പറ്റും, അല്ലെങ്കിൽ ആൾക്കാർക്ക് പരിക്ക് പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വല സൈഡിലേക്ക് വാഹനം ചേർക്കാനേ മാർഗ്ഗമുള്ളൂ. അപ്പോൾ താഴെ ഒരു ഓട്ടോറിക്ഷ വന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് പ്രകാശാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ടക്ടറായിട്ട്. പ്രകാശ് ഓട്ടോറിക്ഷ അടുത്ത സൈഡിലേക്ക് മാറ്റാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് വണ്ടി അടുത്ത സൈഡിലേക്ക് മാറ്റിയുകൊണ്ട് വാഹനം വല സൈഡിൽ പതിയെ ഇടിച്ച് നിർത്തുകയുണ്ടായത്. നിറയെ യാത്രക്കാരുമായി വെൺമണിക്ക് സമീപം 40-ാം മൈലിൽ ഇറക്കത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചിട്ടും നിൽക്കാതെ വന്നപ്പോൾ ഡ്രൈവർ പി.വി. ജോണിയും കണ്ടക്ടർ പി.കെ. പ്രകാശും യാത്രക്കാരോട് പിടിച്ചിരിക്കാനും ബസ് ഇടിപ്പിച്ച് നിർത്താൻ പോവുകയാണെന്നും മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് ബസ് തിട്ടയിൽ ഇടിച്ചു നിർത്തിയത്. ഈ സർവീസ് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നു എന്ന് അദ്ദേഹം എന്നോട് നേരിട്ട് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുകയും അപ്പോൾ എന്താണെന്ന് അന്വേഷിക്കുകയും അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി തന്നെ ഞങ്ങളെ ഒരു കൂടപ്പുറപ്പിനെ പോലെ ഞങ്ങളെല്ലാവരും ഒരുപോലെ കാത്ത് ഞങ്ങളെ അവിടെ കൊണ്ടെത്തിയ അദ്ദേഹത്തിന് ദൈവത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി അറിയിച്ചുള്ളൂ. യാത്രക്കാരെ സുരക്ഷിതരാക്കിയ ശേഷം ബസ്സിന് കാര്യമായ കേടുപാടുകൾ കൂടാതെ ഇടിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞത് ഡ്രൈവറുടെ പരിചയസമ്പത്തും മനോധൈര്യവും കൊണ്ടാണ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകി ബസ് ഇടിപ്പിച്ച് നിർത്തിയ ഡ്രൈവർ പി.വി. ജോണിയെയും ഡ്യൂട്ടി കണ്ടക്ടർ പി.കെ. പ്രകാശിനെയുമാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അനുമോദിച്ചത്. നമ്മളാരും അറിഞ്ഞില്ല, യാത്രക്കാരും അറിഞ്ഞില്ല ഈ ബ്രേക്ക് പോയ വിവരം. സാറ് വളരെ അതിവിദഗ്ധമായിട്ട് കൊണ്ട് ഒരു മൺതിട്ടടി ഇടിച്ചു നിർത്തുകയായിരുന്നു. ആർക്കും ഒരു അപകടം പറ്റിയില്ല. സാറിന് എന്തിനും പറ്റുമെന്നായിരുന്നു ഞങ്ങൾ ആദ്യം തിരക്കിയത്. കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയ് വർഗീസ് ഇരുവരെയും പൊന്നാട അണിയിച്ചു. പ്രസാദ് വിലങ്ങുപാറ, അനീസ് ജോസഫ്, സാബു ജോസഫ് കൂടാതെ ബസ് ജീവനക്കാരും ഹെഡ്ലോഡ് തൊഴിലാളികളും ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളും അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.